ഡിവൈഎഫ്ഐ CSDS പ്രവർത്തകർ ഏറ്റുമുട്ടിയതിനെ തുടർന്ന് മുളക്കുളം പഞ്ചായത്തിൽ കനത്ത സംഘർഷാവസ്ഥയാണ് നിലനിൽക്കുന്നത്. CSDS പ്രവർത്തകന്റെ കാർ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ ദേഹത്തു തട്ടിയതിനെ തുടർന്നുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. CSDS നേതാവിന്റെ കാർ കത്തിക്കുകയും ഇരുവിഭാഗത്തിലുമായി 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംഭവത്തിൽ അറസ്റ്റിലായ 5 ഡിവൈഎഫ്ഐ പ്രവർത്തകരും 10 CSDS പ്രവർത്തകരും റിമാൻഡിലാണ്. ഭരണത്തിന്റെ തണലിൽ CPM ഡിവൈഎഫ്ഐ പ്രവർത്തകർ അതിക്രമം നടത്തുകയാണെന്നാരോപിച്ച് CSDS പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. വനിതകളടക്കം ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. വൈക്കം DYSP സുഭാഷിന്റെ നേതൃത്വത്തിൽ വൈക്കം കടുത്തുരുത്തി CIമാരും വെള്ളൂർ കടുത്തുരുത്തി തലോലപ്പറമ്പ് വൈക്കം SIമാരും ഉൾപ്പെടെ നൂറുകണക്കിന് പോലീസുകാരുടെ കനത്ത സുരക്ഷയിലായിരുന്നു പ്രകടനം. സംഘർഷാവസ്ഥ ഉടലെടുത്തതോടെ റോഡരികിൽ നാട്ടുകാരും തടിച്ചുകൂടി. CSDS നേതാക്കൾ മൈക്കിലൂടെ ആവർത്തിച്ച് അണികളെ ശാന്തരാക്കുകയും പോലീസ് സംയമനം പാലിക്കുകയും ചെയ്തതോടെയാണ് സംഘർഷം ഒഴിവായത്. CSDS സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ്, ജനറൽ സെക്രട്ടറി MS സോജൻ, നേതാക്കളായ VD ജോസഫ്, ജോസ് P വർഗീസ്, ഷീല തോമസ്, ഷാജി ഡേവിഡ്, AC പ്രസന്നൻ എന്നിവർ നേതൃത്വം നൽകി. എന്തുകൊണ്ട് പേടിക്കുന്നു? ഞങ്ങൾ ഭീകര സംഘടനയല്ല, ഞങ്ങൾ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. CSDSന്റെ ശക്തി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്നലെ 144 പ്രഖ്യാപിക്കാൻ പാർട്ടിയും പോലീസും ഇക്കാര്യത്തിൽ ശ്രമിക്കുന്നത്. നമ്മുടെ ആളുകളെ പറ്റി കള്ളക്കേസ് കൊടുക്കുകയാണ്. ഇന്നലെയും നമ്മുടെ പ്രവർത്തകനെ മൃഗീയമായി പെരുവയിൽ ആക്രമിച്ചു. CITO ലോഡിംഗ് തൊഴിലാളികളുടെ മകനെയാണ് മർദ്ദിച്ചത്. സംഘർഷാവസ്ഥയെ തുടർന്ന് മുളക്കുളം ഗ്രാമപഞ്ചായത്തിൽ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർ സീലത 14 ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. 4 പോലീസ് പിക്കറ്റിംഗും ഏർപ്പെടുത്തി. കടുത്തുരുത്തി CI തോംസൺ, വെള്ളൂർ SI KR മോഹൻദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘത്തെ മുളക്കുളത്ത് വിന്യസിച്ചിട്ടുണ്ട്. ദൃശ്യാന്യൂസ്, വൈക്കം.